Hello, good morning. Welcome to Learnino. നമ്മൾ ഗേറ്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലുള്ള ഇലക്ട്രോണിക് ഡിവൈസസിന്റെ MCQ 10th സെറ്റ് ആണ് ഈ ഒരു വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. In the given circuit, as the intensity of light falling on photodiode increase, the output voltage. അപ്പോൾ നമുക്ക് താഴെ ഒരു ഡയോഡ് ഒരു ഫോട്ടോഡയോഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സർക്യൂട്ടിലേക്ക് ഫോൾ ചെയ്യുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഇൻക്രീസസ്, ഡ്രോപ്സ്, റിമൈൻസ് കോൺസ്റ്റന്റ്, cannot be predicted. Option B is the right answer. The output voltage drops. Okay, output voltage എങ്ങനെയാണ്? Drops ആകും. Okay, അപ്പോൾ അതെങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജിനുള്ള ഇക്വേഷൻ എന്താണ്? V out is equal to VCC minus IC RC ആണ്. അപ്പോൾ നമുക്ക് V ഔട്ടിൽ VCC 5 ആണെന്ന് അറിയാം, IC നമുക്ക് അറിയില്ല, കറന്റ് എത്രയാണെന്ന് അറിയില്ല. റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1K ആണ് അല്ലെ. അപ്പൊ IC എന്ന് പറയുന്നത് നമ്മൾ മില്ലി ആംപിയറിലായിരിക്കും വരുന്നത്. അതേപോലെ ICക്ക് നമുക്കൊരു ഇക്വേഷൻ അറിയാം, ബീറ്റ ഇൻറ്റു IB ആണ്. അപ്പോൾ ഇതിൽ ഫോളോ ചെയ്യുന്ന ആ ഒരു ഫോട്ടോഡയോഡിൽ ഫോളോ ചെയ്യുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഇൻക്രീസ് ആയിരുന്നെങ്കിൽ ബേസ് കറന്റ് IB എന്ന് പറയുന്നത് ഇൻക്രീസ് ആകും അല്ലെ. അപ്പൊ നോക്കൂ, IB ഇൻക്രീസ് ആകുമ്പോൾ ICയുടെ വാല്യൂ എനിക്ക് ഇൻക്രീസ് ആകും. ഓക്കെ, അപ്പൊ IC ഇൻക്രീസ് ആകും എന്ന് പറയുമ്പോൾ എനിക്ക് ഈ ഒരു ടേം ഇൻക്രീസ് ആകും. അപ്പൊ 5 മൈനസ് ഈ ഒരു ടേം വാല്യൂ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. സോ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താ ചെയ്യുന്നത്? ഡിക്രീസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡ്രോപ്സ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, the quantum efficiency eta for the photo detector is, നമുക്ക് ഫോട്ടോ ഡിറ്റക്ടറിന്റെ ക്വാണ്ടം എഫിഷ്യൻസി ഈറ്റ എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അവർ കുറച്ച് ക്ലൂ തന്നിട്ടുണ്ട് അല്ലെ. ദാറ്റ് ഈസ് IPH എന്താണ്? ആവറേജ് ഫോട്ടോ കറന്റ് ആണ്. P0 എന്ന് പറയുന്നത് ആവറേജ് ഇൻസിഡന്റ് ഓപ്റ്റിക്കൽ പവർ ആണ്. hc/λ എന്ന് പറയുന്നത് ഇൻസിഡന്റ് ഫോട്ടോൺ എനർജിയാണ്. അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ് നമുക്ക് ക്വാണ്ടം എഫിഷ്യൻസി ഈറ്റയ്ക്ക് വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. IPH/E ഹോൾ ഡിവൈഡഡ് ബൈ P0/hc/λ ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ക്വാണ്ടം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഫ്രാക്ഷൻ ഓഫ് ദ ഇൻസിഡന്റ് ഫോട്ടോൺസ് ദാറ്റ് ആർ അബ്സോർബ്ഡ് ബൈ ദ ഫോട്ടോ കണ്ടക്ടർ. ഫോട്ടോ കണ്ടക്ടർ അബ്സോർബ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇൻസിഡന്റ് ഫോട്ടോൺസിന്റെ ഫ്രാക്ഷൻ അത് എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത്? ജനറേറ്റഡ് ഇലക്ട്രോൺസ് ദാറ്റ് ആർ കളക്റ്റഡ് അറ്റ് ദ ഡിറ്റക്ടർ ടെർമിനൽ. ആ ഒരു ഡിറ്റക്ടർ ടെർമിനലിൽ കളക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ജനറേറ്റഡ് ഇലക്ട്രോൺ, ഇതിനെയാണ് ക്വാണ്ടം എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമുക്ക് വേറൊരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ജനറേറ്റഡ് ദാറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ദ ഫോട്ടോ കറന്റ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് ഇൻസിഡന്റ് ഫോട്ടോൺസ്. ഓക്കെ, ഒരു ഫ്രാക്ഷൻ ആണ് നമുക്ക് ക്വാണ്ടം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഫ്രാക്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ഡിനോട്ടഡ് ആസ് ഈറ്റ ഈസ് ഈക്വൽ ടു ഇലക്ട്രോൺ ജനറേറ്റഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇൻസിഡന്റ് ഫോട്ടോൺസ്. അപ്പൊ എത്ര ഫോട്ടോൺസ് ഇൻസിഡന്റ് ആയിട്ടുണ്ടോ അതിൽ നിന്നും എത്രത്തോളം ഇലക്ട്രോൺസ് ജനറേറ്റ് ആയിട്ടുണ്ടോ, ദാറ്റ് ഈസ് ദ എഫിഷ്യൻസി ആണ്. ഓക്കെ, സോ നമുക്ക് അതിന് വീണ്ടും എങ്ങനെ എഴുതാം? കറന്റ് ബൈ ചാർജ് ഓഫ് an electron whole divided by total incident optical power to photons by energy of photon ആണ്. Okay, so it can be written as eta is equal to IPH/E whole divided by P0/hc/λ. അപ്പോൾ ഇതാണ് നമുക്ക് ഓപ്ഷൻ സി ആയിട്ട് നമ്മൾ എടുത്തിരുന്നത്. അപ്പൊ അടുത്ത് നമുക്ക് ഈ ഒരു ഫോട്ടോ റെസ്പോൺസിവിറ്റി എന്നൊരു ടേം ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. ഓക്കെ, ഇറ്റ് ഈസ് ദ സെൻസിറ്റിവിറ്റി ഓഫ് ഫോട്ടോ ഡിറ്റക്ടർ ടു ലൈറ്റ്. ലൈറ്റിലേക്കുള്ള ഒരു ഫോട്ടോ ഡിറ്റക്ടറിന്റെ ഒരു സെൻസിറ്റിവിറ്റിനെയാണ് നമ്മൾ റെസ്പോൺസിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് ഡിഫൈൻ ചെയ്തത് ഇറ്റ് ഈസ് റേഷ്യോ ഓഫ് ഫോട്ടോ കറന്റ്. ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത IPH to the incident optical power P0, ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത്തിൽ വരുന്ന ആ ഒരു ഇൻസിഡന്റ് ഓപ്റ്റിക്കൽ പവറിന്റെ റേഷ്യോ ആണ് വരുന്നത്. ദാറ്റ് ഈസ് റെസ്പോൺസിവിറ്റി ഈസ് ഈക്വൽ ടു IPH/P0 ആണ്. ഓക്കെ, അപ്പൊ ഈ റെസ്പോൺസിവിറ്റി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്? വേവ് ലെങ്ത്, ഇൻസിഡന്റ് ലൈറ്റിന്റെ വേവ് ലെങ്ത്തിനെ, അതുപോലെ തന്നെ റിവേഴ്സ് ബയാസ്, അപ്ലൈഡ് റിവേഴ്സ് ബയാസിനെ, ടെമ്പറേച്ചർ, ഇതിനെയൊക്കെ ഡിപ്പെൻഡബിൾ ആണ്. സോ നമുക്ക് ഈറ്റനെ, ആ ഒരു എഫിഷ്യൻസിനെ, നമുക്ക് ക്വാണ്ടം എഫിഷ്യൻസിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ER/E, ദാറ്റ് ഈസ് എനർജി ഓഫ് ഫോട്ടോൺസ് ഗിവൺ അല്ലെ. എനർജി ആണ് E എന്ന് പറയുന്നത്, ഈ റെസിസ്റ്റിവിറ്റി ആണ്, സോ റെസ്പോൺസിവിറ്റി ആണ്. ഓക്കെ, സോ E is equal to hc/λ, ദാറ്റ് ഈസ് h mu എന്നാണ് നമുക്ക് വരുന്ന ഇയുടെ വാല്യൂ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, what is the purpose of using bypass diodes in the series connected solar panels? സീരീസ് കണക്ട് ചെയ്തിരിക്കുന്ന സോളാർ പാനലിൽ നമ്മൾ ബൈപ്പാസ് ഡയോഡുകൾ യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ പർപ്പസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ഓപ്ഷൻ സി, പ്രൊട്ടക്ഷൻ ഓഫ് ഷെയ്ഡഡ് സെൽസ്. ഷെയ്ഡഡ് സെൽസിന്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തിരിക്കുന്നത്? ബൈപ്പാസ് ഡയോഡ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ,
അപ്പൊ നോക്കൂ, ബൈപോസ് ഡയോഡുകൾ എന്താ ചെയ്യുന്നത്, ആ ഒരു സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ടു സപ്ലൈ പവർ അറ്റ് എ റെഡ്യൂസ്ഡ് വോൾട്ടേജ് റദർ ദാൻ നോ പവർ അറ്റ് ഓൾ. പവർ ഇല്ലെങ്കിൽ തന്നെ ഒരു റെഡ്യൂസ്ഡ് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ബൈപാസ് ഡയോഡുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, റിവേഴ്സ് ബയാസിലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ റിവേഴ്സ് ബയാസിലാണ് എവിടെ സോളാർ സെൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഔട്ട്പുട്ട് ടെർമിനലിൽ നമ്മൾ റിവേഴ്സ് ബയാസിലാണ് ഈ ബൈപാസ് ഡയോഡുകൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ ടു എലിമിനേറ്റ് ദ ഹോട്ട്സ്പോട്ട് ഫിനോമിന വിച്ച് ക്യാൻ ഡാമേജ് ദ PV സെൽസ്. ആ ഒരു ഹോട്ട്സ്പോട്ട് ഫിനോമിന ഒക്കെ ആവുന്നത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, PV പാനൽസിനെ ഡാമേജിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അതിപ്പോൾ ഇവിടെ ഒരു ഫയർ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ലൈറ്റ് ഹിറ്റിംഗ് ദ സർഫേസ് ഓഫ് PV സെൽസ് എ മോഡ്യൂൾ ഈസ് നോട്ട് യൂണിഫോം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരികയാണെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്തതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ബൈപാസ് ഡയോഡുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് ബൈപാസ് ഡയോഡുകൾ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. സീരീസ് കണക്റ്റഡ് സോളാർ പാനലിൽ ബൈപാസ് ഡയോഡുകൾ റിവേഴ്സ് ബയാസ് കോമ്പണന്റിലാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സ്റ്റഡി ദ ഗിവൺ ഫിഗേഴ്സ്. 4 ഫിഗർ തന്നിട്ടുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കേണ്ടത്. സോ നമുക്കറിയാം, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ജംഗ്ഷൻ ഡയോഡാണ്, ഇത് ഒരു സെനർ ഡയോഡാണ്, ഇതൊരു ഫോട്ടോ ഡയോഡ് ആൻഡ് ദിസ് ഈസ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, LED ആണ് അല്ലെ. അപ്പൊ ആ ഒരു ഓർഡറിൽ നമുക്ക് വരുന്നത് ഏതാണ്, ഫോർത്ത് വൺ, ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഫസ്റ്റ് വൺ ജംഗ്ഷൻ ഡയോഡ്, സെനർ ഡയോഡ്, ഫോട്ടോ ഡയോഡ് ആൻഡ് LED. അപ്പൊ PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ യൂണിലാറ്ററൽ ഡയോഡ് ഡിവൈസ് ആണ്. അത് ഒരു ഡയറക്ഷനിലേക്ക് മാത്രമാണ് കണ്ടക്ഷൻ വരുന്നത്. വെൻ P റീജിയൻസ് എന്ന് പറയുന്നത് ഹയർ വോൾട്ടേജിലേക്കും N റീജിയൻസ് എന്ന് പറയുന്നത് ലോവർ വോൾട്ടേജിലേക്കുമാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോഴായിരിക്കും നമുക്ക് കണ്ടക്ഷൻ ഒക്കെ ആവുന്നത്. ഓക്കെ, റിവേഴ്സ് ബയാസിലാണ് നമ്മൾ അത് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ എന്തായിരിക്കും, ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. ഇതാണ് അതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സെനർ ഡയോഡ് ആണ്. ഇതാണ് സെനർ ഡയോഡിന്റെ ആ ഒരു സിമ്പിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഒരു നോർമൽ PN ജംഗ്ഷൻ ഡയോഡ്. ഓപ്പറേറ്റ് ചെയ്യുന്നത് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലാണ് സെനർ ഡയോഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് ഒരു PN ജംഗ്ഷന്റെ വർക്കിങ്ങിന് സിമിലർ ആയിട്ട് തന്നെയാണ്. ആ ഒരു ഫോർവേഡ് ബയാസിൽ PN ജംഗ്ഷൻ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത്, നമുക്ക് സെനർ ഡയോഡ് എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ് കണ്ടീഷനിൽ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ സെനർ ഡയോഡിന് നമുക്ക് വേറെ പേരുകൾ എന്തൊക്കെയാണ്, അവലാഞ്ചെ ഡയോഡ് അതല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ഡയോഡ് എന്നൊക്കെ പറയും. കാരണം എന്താണ്, ഹെവിലി ടോപ്ഡ് PN ജംഗ്ഷൻ ഡയോഡുകൾ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഓപ്പറേറ്റഡ് ഇൻ ദി ബ്രേക്ക് ഡൗൺ റീജിയൻ ആണ് വരുന്നത്. ഇതാണ് നമുക്ക് സെനർ ഡയോഡിന്റെ സിമ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോട്ടോ ഡയോഡ് ആണ് അല്ലെ. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഫോട്ടോസ് അല്ലെങ്കിൽ ഫോട്ടോൺസ് എമിറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. സോ ലൈറ്റ് സെൻസിറ്റീവ് ഡിവൈസ് ആണ്. എന്തിനു വേണ്ടിയിട്ട്, ഇന്റൻസിറ്റി ഓഫ് ലൈറ്റിനെ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് അതിന് വരുന്ന എക്സാമ്പിളുകൾ എന്തൊക്കെയാണ്, സ്മോക്ക് ഡിറ്റക്ടർ, റിസീവർ ഇൻ ദ കൺവേർട്ടിംഗ് റിമോട്ട് സിഗ്നൽസ്. ആ ഒരു റിമോട്ട് സിഗ്നൽസിൽ ഉണ്ടാകുന്ന അതിന്റെ റിസീവർ എന്ന് പറയുന്നത് ഫോട്ടോ ഡയോഡ് ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് ഫോട്ടോ ഡയോഡിന്റെ ആ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് അല്ലെങ്കിൽ LED ആണ് അല്ലെ. അപ്പൊ നമുക്കൊരു ഡിഫറെന്റ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് നമുക്ക് ഡിഫറെന്റ് കളറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് LED എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ സിംബോളിക് റെസ്പോൺസ് ആണ് ഈ പറയുന്നത്. അപ്പൊ നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് നമുക്ക് അതിനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കളേഴ്സിൽ നമുക്ക് ഇന്റൻസിറ്റിയിൽ നമുക്ക് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ റിവേഴ്സ് ബയാസ്ഡ് PN ജംഗ്ഷൻ. ഒരു റിവേഴ്സ് ബയാസ്ഡ് PN ജംഗ്ഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് താഴെ തന്നിരിക്കുന്നതിൽ എന്താണെന്ന് നോക്കാം. Very narrow depletion region, large current flow, almost no current, very low resistance. ഓപ്ഷൻ സി ആണ് നമുക്ക് റൈറ്റ് ആയിട്ട് തന്നിരിക്കുന്ന ആൻസർ. ഒരു റിവേഴ്സ് ബയാസ്ഡ് PN ജംഗ്ഷന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ദർ ഈസ് ഓൾമോസ്റ്റ് നോ കറന്റ് ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നമുക്കൊരു കമ്പാരിസൺ നോക്കാം, ഫോർവേഡ് ബയാസ് PN ജംഗ്ഷനും റിവേഴ്സ് ബയാസ് PN ജംഗ്ഷനും. ഓക്കെ, ഫോർവേഡ് ബയാസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ടെർമിനൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് P ടൈപ്പിലേക്കും നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിരിക്കുന്നത് N ടൈപ്പിലായിരിക്കും. എന്നാൽ റിവേഴ്സ് ബയാസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് റിവേഴ്സ് ആയിരിക്കും അല്ലെ. പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിരിക്കുന്നത് N ടൈപ്പിലും P ടൈപ്പ് കണക്ട് ചെയ്തിരിക്കുന്നത് നെഗറ്റീവ് ടെർമിനലിലേക്കായിരിക്കും. ഇവിടുത്തെ ഡിപ്ലീഷൻ ലെയർ എന്ന് പറയുന്നത് വളരെ തിൻ, ദാറ്റ് ഈസ് വെരി നാരോ ലൈൻ ആയിരിക്കും വരുന്നത്. ഇവിടെ തിക്ക് ലെയർ ആണ് വരുന്നത് റിവേഴ്സ് ബയാസിൽ. ഇവിടെ ജംഗ്ഷൻ ലോ റെസിസ്റ്റൻസ് ആണ്. ഫോർവേഡ് ബയാസിൽ എന്ന് പറയുന്നത് ലോ റെസിസ്റ്റൻസ് ആണ്. ഇവിടെ ഇന്റൻസീവ് വെരി ഹൈ റെസിസ്റ്റൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഐഡിയൽ ഡയോഡ് എന്ന് പറയുന്നത് നമുക്ക് സീറോ റെസിസ്റ്റൻസ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. ഇവിടെ ഇൻഫൈനൈറ്റ് റെസിസ്റ്റൻസ് ആണ് ഒരു റിവേഴ്സ് ബയാസിലെ ഐഡിയൽ ഡയോഡിന് ഉണ്ടാവുന്നത്. ലാർജ് കറന്റ് വിൽ ഫ്ലോ ആയിരിക്കും ഫോർവേഡ് ബയാസിൽ, എന്നാൽ റിവേഴ്സ് ബയാസിൽ ദർ ഈസ് നോ കറന്റ് വിൽ ഫ്ലോ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഓൾമോസ്റ്റ് സീറോ കറന്റ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് നോ കറന്റ് വിൽ ഫ്ലോ എന്നുള്ളതാണ് നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ്. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് A and B, ഐഡന്റിഫൈ ദ കറക്റ്റ് ആൻസർ. കറക്റ്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, എ സെനർ ഡയോഡ് ഈസ് കണക്റ്റഡ് ഇൻ റിവേഴ്സ് ബയാസ് വെൻ യൂസ്ഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ. ഒരു സെനർ ഡയോഡ് നമ്മൾ റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്യും എപ്പോൾ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. ദാറ്റ് ഇസ് എ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. സെനർ ഡയോഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത് റിവേഴ്സ് ബയാസിലാണ്. ഓക്കെ, അപ്പൊ സെനർ ഡയോഡിനെ നമുക്ക് ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും.
അടുത്തത് പൊട്ടൻഷ്യൽ ബാരിയർ ഓഫ് പി എൻ ജംഗ്ഷൻ ലൈസ് ബിറ്റ്വീൻ 0.1 വോൾട്ടേജ് ടു 0.3 ആണ്. ദാറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. നമുക്ക് ഈ ഒരു റേഞ്ചിൽ നമുക്ക് പൊട്ടൻഷ്യൽ ബാരിയർ ഇല്ല എന്നാണ് പറയുന്നത് അല്ലെ. നോക്കൂ, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. എ കറക്റ്റും ബി എന്ന് പറയുന്നത് ഇൻകറക്റ്റും ആണ്. നമുക്ക് നോക്കാം. സെനർ ഡയോഡ് എന്ന് പറയുന്നത് ഫിസിക്കലി ഡയോഡ് ഇറ്റ് ഇസ് നോട്ട് അലൗഡ് ഫ്ലോ കറന്റ് ഫ്രം ആനോഡ് ടു കാഥോഡ്. അതായത് ഫോർവേഡിൽ നമുക്ക് കറന്റ് ഫ്ലോ ഉണ്ടാവില്ല, റിവേഴ്സിലായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ് നോക്കാം. സെനർ ഡയോഡ് നമ്മൾ റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്യാം. നമുക്കത് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. കാരണം എന്താണ്, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു ഔട്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓരോ വേരിയിങ് ഇൻപുട്ട് ഓഫ് ദ സർക്യൂട്ടിലും നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ എ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഓക്കെ, നമുക്ക് പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് അറിയാം. കണ്ടക്ടറിന്റെ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആണ്. നമുക്ക് കണ്ടക്ടറിന്റെ 0 ആണ്. സെമി കണ്ടക്ടറിന്റെ പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് പറയുന്നത് 0.1 to 1.1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇൻസുലേറ്ററിന്റെ പറയുന്നത് 6 വോൾട്ടേജ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഗിവൺ സ്റ്റേറ്റ്മെന്റിൽ ആ ഒരു പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് പറയുന്നത് വളരെ ഹൈ വാല്യൂ ആയിട്ടാണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സോ ഓപ്ഷൻ ബി റോങ്ങും എ എന്ന് പറയുന്നത് റൈറ്റ് സ്റ്റേറ്റ്മെന്റും ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീക്കിൽ MCQ സെറ്റ് 10th നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.